ഹലോ ഗായ്സ്. വീക്കെൻഡുകളിൽ കാണുന്ന സ്ഥിരം കലാപരിപാടിയാണ്. ഈ വീക്ക് നമ്മൾ കുട്ടികൾക്ക് വിട്ടുകൊടുത്ത്. എല്ലാ വീക്കെൻഡിലും ഇതൊക്കെ തന്നെ. ഒന്നിക്കിന്റെ ഷോപ്പിങ്ങിനോ അല്ലെ മക്കളെയും കൊണ്ട് ഇങ്ങനെ എവിടെയെങ്കിലും. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും അല്ലേ? നമ്മൾ ഒറ്റക്കല്ല കേട്ടോ, നമ്മളിവിടെ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട്. അപ്പോൾ എല്ലാ വീക്കെൻഡിലും ഇങ്ങനെ കൂടും. എല്ലാവരും കൂടി ഇരുന്നുള്ള കഥ പറച്ചില് അതന്നെ നമ്മളെ മെയിൻ. കുട്ടികൾ അവരെ പ്ലേ ഏരിയയിലേക്ക് വിട്ടിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോയി. അപ്പോൾ അവിടെ കഥ പറച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. വേഗം എത്തിയില്ല, അന്നത്തെ തീരെ നമ്മളാവും. അതുകൊണ്ട് വേഗം തന്നെ എത്തണം. ഇരുന്ന് പറഞ്ഞു അടുത്തപ്പം നിന്ന് പറയാൻ തുടങ്ങി. നല്ല കട്ട ഒന്നാം തരം പുയിപ്പ് തന്നെ. പെട്ടെന്ന് ആ ബോധോദയം ഉണ്ടായത് കൂടെ മക്കളുണ്ടല്ലോ എന്ന്. അപ്പം നമ്പർ കറക്റ്റ് അല്ലേന്ന് എണ്ണിത്തിട്ടപ്പെടുത്താൻ ഒന്ന് അവരുടെ അടുത്തേക്ക് പോയി. പോവാന്നുള്ള വിളി വന്നപ്പം തീരാത്ത കഥകളും കൊണ്ട് നമ്മൾ എങ്ങനെയല്ലോ ഗേറ്റ് വരെ എത്തിച്ച്. ഈ ഫാമിലിക്ക് ഇന്ന് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് അവര് നമ്മളോട് ടാറ്റ പറഞ്ഞു പോയി. ഇവരല്ലട്ടാ ആ ബാക്ക്ഗ്രൗണ്ട് പോന്നെ. പുറത്തെത്തിയിട്ട് കുട്ടികൾ പോലെ കളി തുടർന്നു. അതിന്റെ കൂടെ കമ്പനിക്ക് 3 കുഞ്ഞുങ്ങൾ വേറെയും. പ്രായം കൊണ്ടെല്ലാം കണക്കന്നെ. അവിടെ കളി ഇവിടെ കഥ. വിശപ്പിന്റെ വിളി വന്നോണ്ട് എല്ലാവരും കഥ മതിയാക്കി കാര്യത്തിലേക്ക് കടന്നു. ഇനി എവിടെ പോകും? കുറെ സമയത്ത് സംവാദത്തിനൊടുവിൽ ഇന്നത്തെ നേർക്ക് വീണത് നമ്മളെ ജെയ്ത്തോന്. ഇതിവിടെ സ്ഥിരമാണ്. കുട്ടികളെല്ലാം കൂടി ഒന്നിലേക്ക് ഓടിക്കേരും. ഇതിപ്പോ നമ്മളെ ലോഡിംഗ് മുതലാളിക്കും ശീലായിക്കും. വെറൈറ്റി പരിപാടികളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം എല്ലാവരും ഏറെക്കുറെ സൈഡായിരുന്നു. ക്ലൈമറ്റിന്റെ പ്രശ്നം എല്ലാവരും നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒന്ന് കഴിക്കുക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഫുഡ് കഴിച്ച് താഴെ വന്നപ്പോഴാണ് ഒരു നൊസ്റ്റാൾജിക് ഐറ്റം കണ്ടത്. ജെയ്ത്തൂനിൽ പോയ എല്ലാവർക്കും അറിയായിരിക്കും അത്. പണ്ടത്തെ നമ്മളൊരു റോജാ പാക്കറ്റ് ഉണ്ടായിരുന്നില്ല, അതുപോലത്തെ ഒരു സാധനം. അതിന്റെ ഒരു വൈറ്റ് ഒരു മണി പോലത്തെ ഉണ്ടാവും. അത് പറഞ്ഞൊരു രസമായിരുന്നു. ആ ഒരു ടേസ്റ്റിലൊരു സംഭവം. എന്റെ ചെറുപ്പത്തിൽ മൊയിലാഞ്ചി പറിക്കുന്നെല്ലാം തലേന്ന് ഇങ്ങനെ ഉണ്ടാവും അല്ലെ, ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം. കുറച്ച് സമയം പുറത്ത് കാറ്റും കൂടി ഇരിക്കുമ്പോൾ പാട്ട് വെച്ചപ്പം കുട്ടികളൊക്കെ ഡാൻസ് കളിക്കാൻ തുടങ്ങി. അന്നേരം നമ്മളെ ചങ്ങായി കേക്കും വാങ്ങിയിട്ട് വന്ന്. മാപ്പാട്ടുകൾക്ക് ലേറ്റ് കണ്ടവല്ല കുട്ടികളെല്ലാം കൂടിയിട്ട് കേക്കിന്റെ അടുത്തേക്ക് ഓടി. ഇരുന്നിടത്ത് എണീക്കാനുള്ള മടി കൊണ്ട് ആ കേക്ക് ഒന്ന് എടുത്തിരുന്നു എന്റെ മാപ്പിനോടൊന്ന് ചോദിച്ചതാ. വീഡിയോ എടുക്കുന്ന കണ്ടോട് മൂപ്പർ ഫുൾ റൊമാൻസ്. എന്റെ സജി. അങ്ങനെ ഒരു വീക്കെൻഡ് കൂടി കടന്നുപോയി. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, ചെറിയൊരു ഹെൽപ്പ്.